ഡ്യുവറ്റ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. മധുങ്കൾ ഡ്യുവറ്റ് റൗണ്ടിലേക്ക് ആരാ എത്തുന്നതെന്ന് അറിയാമോ? നമ്മുടെ എസ്തർ കുട്ടിയുണ്ട്. എസ്തർ കുട്ടിയുടെ കൂടെ നമ്മുടെ അണ്ണൻ എത്താൻ പോവാണോ. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം അണ്ണൻ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. പുതിയ സ്റ്റൈലിലാണല്ലോ. അതെ, എന്ത് രസമാണ് രണ്ടുപേരും. അതെ, നല്ല രസമുണ്ടല്ലോ കാണാൻ രണ്ടുപേരും. നല്ല ഭംഗിയുണ്ട് രണ്ടുപേര്. എസ്തർ കുട്ടിക്ക് എന്താ പുറകില് ഒരു സൂപ്പർമാന്റെ ഒക്കെ പോലെ അതൊരു ടെയിലുണ്ട് അവിടെ. ഓക്കെ. എന്നാലും എന്റെ അണ്ണ സുഖങ്ങളൊക്കെ തന്നെ. മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ എല്ലാരും മിസ് ചെയ്യുന്നു. ആണോ? ആരും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തേ? റീമി മോളെ. ക്യാമറ സൂം ചെയ്ത് വെച്ചാൽ എനിക്ക് റിമൂവ് അയച്ചു കൊടുക്കേണ്ടതായിട്ട്. രണ്ടാളെയും മിസ് ചെയ്തായിരുന്നു. ആരെയൊക്കെ? MG സാറേയും പിന്നെ എന്നെ മിസ് ചെയ്തില്ല. അത് സാർ ഇവിടെ ഇല്ലേ? അങ്ങനെ അങ്ങനെ. ബിന്നിയാന്റിയോ? ബിനിയാന്റെയും മിസ് ചെയ്തായിരുന്നു. നമ്മളൊരിക്കലും കണ്ടായിരുന്നു. അതെ, നമ്മള് കണ്ണൂര് വെച്ച് കണ്ടല്ലോ, ഒരു അമ്പലത്തില് ഫംഗ്ഷൻ വെച്ചിട്ടല്ലേ. അണ്ണാ പാട്ടൊക്കെ എങ്ങനെയുണ്ട്? പാട്ടൊക്കെ നന്നായിട്ട് പോകും. ആണോ? പാട്ട് പാടാറുണ്ട് ഇപ്പൊ? എവിടെയൊക്കെ പാടിയിട്ടുണ്ട്? ഗുരുവായൂര് അമ്പലത്തിൽ പാടിയായിരുന്നോ? പരിപാടി ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഗുരുവായൂർ കണ്ണൻ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോ? ഞാൻ മാത്രല്ലായിരുന്നു. അതാണ്, അതുകൊണ്ടാണ് വരാത്തത്. ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെ? ഋതുവീണ ഉണ്ടായിരുന്നു, അമേഘ് ഉണ്ടായിരുന്നു, പിന്നെ ആര്യൻ ഉണ്ടായിരുന്നു, പാർവൺ ഉണ്ടായിരുന്നു. എല്ലാരും ഒരുമിച്ചായിരുന്നു ഗ്രൂപ്പായിട്ട് പാടിയത്. അപ്പൊ റിമി മോള് വന്നില്ലേ? ഇല്ല, അറിയില്ല. ആണോ? റിമി മോള് പിന്നെ കണ്ടില്ലേ? നീ വിളിച്ചില്ല റിമി മോളെ? പിന്നെ കണ്ടില്ലേ റിമി മോളെ? ഞാൻ പിന്നെ വല്ല അഡ്രസ്സും ഉണ്ടോ റിമി മോളുടെ? മെസ്സേജ് അയക്കാറുണ്ട്. ആണോ? മെസ്സേജ് അയക്കാറുണ്ടല്ലേ? സ്നേഹമുള്ളവളാ. അതെ അതെ അതെ. ഇതേത് മാലാക്ക തിളങ്ങുന്നു, ഭയങ്കര രസമുണ്ട്. അതെ അതെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ തലയിലൊക്കെ കുറെ ഡിസൈനർ വർക്ക്സ്. ഇതെനിക്ക് എന്താ ഞങ്ങളുടെ വരാപ്പുഴയിലെ അമ്മയുടെ വീടിന്റെ അടുത്ത് വെച്ച് ചേച്ചി മേടിച്ചതാ. ഓ, അവിടെ ചേച്ചി ശരി. ഒരുപാട് പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടല്ലോ, കൊറേ ഡെക്കറേഷൻസ് ഉണ്ടല്ലോ. അതൊന്നും മനസ്സിലാവില്ല, പൊടിപ്പും തൊങ്ങലൊന്നും പറഞ്ഞാൽ തിരിയില്ല. എന്തായാലും സുന്ദരിയും സുന്ദരനും. അതെ, നല്ല മാച്ചിങ് കളർ അല്ലേ? ഏകദേശം. എങ്ങനെയുണ്ടായിരുന്നു റിഹേഴ്സല്, ഡ്യുവറ്റ് റൗണ്ട്? കുഴപ്പമില്ലെന്നേ ഉള്ളോ? അണ്ണാ എങ്ങനെയുണ്ട് എസ്തറൂട്ടി? കുഴപ്പമില്ല. കുഴപ്പമില്ല, അത്ര ശരിയായില്ലേ? ആദ്യമായിട്ടുള്ള രണ്ടുപേരും കുഴപ്പമില്ല എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കൂടെ പാടിയപ്പോ? പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അതാണ് ചോദിച്ചത്. സൂപ്പറായിരുന്നു പറയണല്ല. അപ്പൊ ഏത് പാട്ടാണ് പാടണം? പൂമാരിയിൽ അല്ലെ? SP വെങ്കടേഷ് സാറിന്റെ ഗിരീഷൻ ലിറിക്സ് അല്ലെ? ബാക്കി ഡീറ്റെയിൽസ് പറയൂ. സിനിമ ജോണി വാക്കർ, മ്യൂസിക് SP വെങ്കടേഷ് സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാറും ചിത്രാമയും. പിന്നെ വർഷം 1992. അപ്പൊ നന്നായിട്ട് പാടണേ. പൂമാരിയിൽ
എന്ത് രസമായിട്ടാ പാടുന്ന രണ്ടുപേരും. താങ്ക് യു. നല്ല രസമുണ്ട് ഡ്യുവറ്റായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പാട്ട് കാണാനും കേൾക്കാനും ഒക്കെ അടിപൊളി താങ്ക് യു. കേട്ടോ. മിടുക്കന്മാരായിട്ട് പാടി രണ്ടുപേരും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി ഇങ്ങനെ പാടുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നല്ല സുഖമല്ലേ അതെ. നമുക്ക്? അവരിങ്ങനെ നോക്കും. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഇന്റർലൂഡ് ചരണത്തിന്റെയും അനുപല്ലവിന്റെ മുന്നേ ഇങ്ങനെ പാടാനില്ലാത്ത ഭാഗം വരുമ്പം എസ്തർ കുട്ടി ഇങ്ങനെ നോക്കും. അണ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കും. എന്നെ നോക്കുന്നുണ്ടോ എന്നെ നോക്കുന്നുണ്ടോ. എസ്തർ കുട്ടി അപ്പൊ നേരോട്ട് നോക്കി നിന്നിട്ടാ പാടുന്നത്. ആ എന്തു പറ്റി? അപ്പൊ നേരെ നോക്കാനുള്ള സമയമായിരുന്നു. നേരെ നോക്കാനുള്ള സമയമായിരുന്നു അപ്പൊ. യെസ്. അപ്പൊ എസ്തർ ബേബി നന്നായി പാടി കേട്ടോ. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി. 1-2 സ്ഥലങ്ങളിൽ എനിക്ക് രണ്ടുപേരും ദൂരത്താരോ പാടും പാട്ടായി മേയാം എന്ന് പറഞ്ഞിട്ട് പാടിയ ഭാഗവും അതുപോലെ ചരണത്തിലും താരപ്പൊന്നായി മാറാം ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് പാടിയതാ, ചേർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എസ്തർ ബേബിയുടെ 1-2 സ്ഥലത്ത് അനുപല്ലവിയുടെ തുടക്കം, ഈ പൊൻപരാഗങ്ങൾ ആകാശമേഘങ്ങൾ എന്ന് പാടിയ ഭാഗം, അവിടെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഒന്നുകൂടെ പാടിത്തരുമോ അത്? അതന്നെയാണോ? ഇത്ര ക്ലാരിറ്റി, ഇത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. നേരത്തെ അതും കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ. അതുപോലെ ചരണത്തിലും ചെറിയൊരു ക്ലാരിറ്റി കുറവ് അതേ ഭാഗത്ത് തോന്നി. പിന്നെ അവസാനം പാർക്ക് ചെയ്യാൻ പോയപ്പോ ചെറിയൊരു പിച്ച് പ്രശ്നം കൂടെ വന്നു കേട്ടോ. പക്ഷെ മിടുക്കി ആൻഡ് മിടുക്കൻ രണ്ടുപേരും നന്നായി പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. എസ്തർ കുട്ടി പറയട്ടെ. എസ്തർ കുട്ടി കലക്കി കണ്ണൻ കലക്കി ബ്ലും കുട്ടി കലക്കി അണ്ണൻ കലക്കി. രണ്ടുപേരും സൂപ്പറായി. താങ്ക് യു. സംശയമുണ്ടോ? അണ്ണന് സംശയമുണ്ടോ? അണ്ണന് സംശയമുണ്ട്. അണ്ണ എന്തിനു സംശയം? അണ്ണൻ ഭയങ്കര മിടുക്കനല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് അണ്ണന്റെ പാട്ട് കേൾക്കുന്നത് കേട്ടോ. ആ സീസണിൽ ഞാൻ ഉണ്ടായില്ല, ടെലിവിഷനും ആ സമയത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അണ്ണനെ പറ്റി അറിയാമെങ്കിലും അണ്ണന്റെ പാട്ട് ആദ്യമായിട്ടാണ് ഈ അണ്ണൻ കേൾക്കുന്നത്. മോൻ എത്ര ടാലന്റ് ആണ് തന്നിരിക്കുന്നത്. കണ്ണനാണെങ്കിലും അണ്ണനാണെങ്കിലും ആരാണെങ്കിലും ടാലന്റ്, മ്യൂസിക്കൽ ടാലന്റ്. ഹായ്. താങ്ക് യു സർ. ചില ഭാഗങ്ങളൊക്കെ പാടിയതുണ്ടല്ലോ, സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല എസ്തർ കുട്ടി എത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നു മോൻ. അത് അങ്ങോട്ട് നോക്കി വളരെ സ്നേഹത്തിലാണ്. അതുപോലെ എസ്തർ കുട്ടി അങ്ങോട്ട് സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും കലക്കി എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു ബിറ്റില്ലാതെ, ആ ഒരു മോട്ടീഫ് എന്ന് പറയുന്നത്, നമ്മള് ആ ഒരു ബിറ്റില്ലാതെ ഈ പാട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇതിനെ മോട്ടീഫ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത് മീനൂട്ടി? മോട്ടീഫ് എന്ന് പറഞ്ഞാൽ തീം, ഒരു ചെറിയൊരു തീം അല്ലെങ്കിൽ വലിയ തീം. സിനിമയുടെ മോട്ടീഫ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ തീം മ്യൂസിക് എന്നർത്ഥം. അങ്ങനെ നമ്മൾ കാണാറില്ലേ? ഇപ്പൊ മീനൂട്ടിയുടെ പല സിനിമകളിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛനും ലാലേട്ടനുമായിട്ടുള്ള രാമച്ചനുമായിട്ടുള്ള ആ സീൻസിലൊക്കെ ഒരു തീം മ്യൂസിക് വരുന്നത്. അതാണ്, അത് അച്ഛന്റെ മോളുടെ തീം, അത് മോട്ടീഫ് ആണ്. അപ്പൊ ഇതിലുള്ള മോട്ടീഫ് എന്ന് പറഞ്ഞാൽ അത് ഗംഭീരായിരുന്നു. ഒന്ന് വായിക്കാമോ അത്? ഈ മോട്ടീഫ് എന്ന് പറയുന്നത്, ഈ തീം എന്ന് പറയുന്നത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബിറ്റില്ലെങ്കിൽ ഈ പാട്ടുണ്ടോ, ഈ പാട്ടില്ലെങ്കിൽ ഈ ബിറ്റുണ്ടോ? ഇല്ല അല്ലെ? അത് ഭയങ്കര രസമാട്ടോ. അതിന്റെ കൂടെ ഈ കുഞ്ഞുങ്ങളുടെ ശബ്ദം കൂടി ആയപ്പോഴത്തേക്കും എല്ലാം പരിപൂർണമായി. പിന്നെ രണ്ടുപേരും ആ എൻഡിലൊക്കെ മത്സരിച്ച് പാടി പോലുണ്ട് അല്ലേ? അപ്പൊ കണ്ണൻ പാടുന്നു, തിരിച്ച് എസ്തർ കൂടി ആഹാ എന്നാ ഞാൻ ഇങ്ങനെ പാടും. ആഹാ, അത് ഭയങ്കര ഓഹോ ആയി കേട്ടാ. ഹൈ പോകുന്ന പോർഷൻസ് ഒക്കെ നല്ല പോകുന്ന പോർഷൻസ് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതാണ് പറഞ്ഞത്, ദൂരത്താരോ പാടും പാട്ടായി മേയാം എന്ന അവസാനത്തെ അനുപല്ലവിയുടെ അവസാനവും ചരണത്തിന്റെ അവസാനം ഇല്ലേ, രണ്ടുപേരും കൂടെ പാടിയില്ലേ? ആദ്യം എന്തൊരു ഗംഭീരായിരുന്നു. അത് രണ്ടുപേരും കൂടെ ഒന്ന് പാടാമോ? ദൂരത്താരോ പാടും പാട്ടായി മേയാം. അവിടെ ഒരു വോയിസ് ആയിരുന്നു. അതെ, രണ്ടുപേരല്ല, രണ്ടുപേരും കൂടെ തമ്മിൽ ആ ശബ്ദങ്ങൾ അലിഞ്ഞ് ബ്യൂട്ടിഫുൾ സംഗീതത്തിൽ ഞാനും അലിഞ്ഞു പോയി. സൂപ്പറായിരുന്നേടാ. അണ്ണാ വളരെ സന്തോഷം അണ്ണാ, കുറെ നാളുകൾക്ക് ശേഷം അണ്ണന്റെ പാട്ട് ഈ വേദിയിൽ കേട്ടതില്.
പിന്നെ എസ്തർ കുട്ടി എന്ത്? രണ്ടുപേരും ചേർന്ന് പാടിയത് കലക്കിട്ടോ. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടിയ ഭാഗം. ദൂരത്താരോ പാടും പാട്ടായി മേയാം, ചാരത്തേതോ താരപ്പൊന്നായി മാറാം. അത് രണ്ടും നല്ല സിംഗായി നല്ല അടിപൊളിയായിട്ട് തോന്നി. അനുപല്ലവിയിലെ ഓ ആകാശമേഘങ്ങൾ ഓന്ന് ഹം ചെയ്ത് വന്നിട്ട് പാടുന്നില്ലേ? അതാണ് എനിക്ക് ചെറിയ പ്രശ്നം തോന്നി. ചരണത്തിലും ആ ഭാഗം കുറച്ച് നീഹാരഹംസങ്ങൾ. അതെ നീഹാരഹംസങ്ങൾ അതും കുറച്ചൊന്ന് ചേരണം തോന്നി. അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടായത്. കുറച്ചും കൂടി അതൊന്ന് ശരിയാക്കിയാൽ മതി എസ്തർ കുട്ടി കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, വളരെ വളരെ ഇഷ്ടു. അതെ. അപ്പൊ എസ്തർ കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. ഇന്ന് ബ്ലൂമൊന്നും വന്നില്ല, ബ്ലൂമൊന്നുമില്ല, മിടുക്കിയായി. ചേട്ടനുള്ളത് കൊണ്ട് കുറച്ച് ധൈര്യമായിരുന്നു. അതെ ഇങ്ങനെ ഒരാള് നിർത്താം എപ്പോഴും അല്ലേ കൂടെ. അത് എല്ലാവർക്കും കൊടുക്കാൻ തോന്നുന്നു അല്ലെ? കുറച്ച് നന്നായി പാടുന്നുണ്ട് റൗണ്ടില്. അതെ. അപ്പൊ ചേട്ടനും അനിയത്തിക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അണ്ണ ഇടയ്ക്ക് വരണേ. ബൈ ബൈ. ബൈ. ബൈ ബൈ. ബൈ. മധുങ്കൾ, ഓ ഇനി ഒരു മെലഡി പാടാനായിട്ട് ബ്ലാംഗ്ലൂർ നാളെ ഇറക്കിയിട്ടുണ്ട്. ബ്ലാംഗ്ലൂർ. അതെ, എപ്പോഴും ടോപ്പ് സിംഗർ ഇറക്കുന്ന ആൾ തന്നെയാണ്. നമ്മുടെ സ്ഥിരം ബ്ലാംഗ്ലൂർ കാര്യത്താണ്. ശ്രേയ ഘോഷാൽ. Yes, let's welcome ശ്രീയ കുട്ടി on stage. ಎಲ್ಲಿದ್ರೆ ಇಲ್ಲಿ ಬನ್ನಿ. ഗുണ്ട ചീത്തൊക്കെ വിളിക്കുന്നത്. ഞാനും ഇല്ലിതി. മാപ്പാക്കണേ. ഹലോ, ഹായ്. ഹായ്. പൊക്കം വെച്ചോ ശ്രീയക്കുട്ടി ഇച്ചിരി അല്ലേ? അത് ഇത് ഇടുമ്പോ കുറച്ചും കൂടി പൊക്കം തോന്നുന്നു. ഫ്ലാറ്റ് ചെരുപ്പാണ് ഇട്ടേക്കണം. എന്നിട്ടും അതെ, ഇത്രയും പൊക്കമോ? ഇതെങ്ങനെ സംഭവിച്ചു? അതെ. ഇന്നലെ വെച്ചാണോ? ഇത്ര പെട്ടെന്ന് ഇന്നലെ ഉറക്കം കഴിഞ്ഞപ്പോ ഇന്ന് വെളുപ്പം കാലത്ത് പൊക്കം വെച്ചതാണോ? ആയിരിക്കും. ചിലപ്പോ അങ്ങനെ അല്ല. ഈ പ്രായത്തിൽ എങ്ങനെയൊക്കെ പെട്ടെന്ന് പൊക്കം വെക്കും. നാളെ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് ഇടുമ്പോ അറിയാം. ആര്യമാമിന്റെ മുടി വെട്ടിയല്ലോ, നല്ല ക്യൂട്ട് കാണാൻ. ക്യൂട്ട് കാണാൻ. മുടി വെട്ടുന്നതും ക്യൂട്ട് ആവും അല്ലേ? അതെ. മുട്ട അടിക്കായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും ഗ്രാമിയോ ഓസ്കാറോ കിട്ടിയാൽ ഞാൻ മൊട്ട അടിച്ച് സ്റ്റേജിൽ കയറും. അതാണ് അങ്ങനെ ഒരു വഴിപാടുണ്ടല്ലേ? അതാണ് ആ വഴിപാടൊന്നും അല്ല, എന്റെ ഒരു ആഗ്രഹം. മുരുകന് പഴനി ആണ്ടവന് നാളെ ഇത്. ആയില്യം. അപ്പൊ ആയില്യം. ഒരു മുട്ട. അതെ. ആര്യ ആയില്യം ഓസ്കാർ കിട്ടാൻ 2 പടി ഇട്ടോ. അപ്പൊ മക്കളെ പാട്ട് ഏതാണ്? വൈശാഖ പൗർണമിയോ. നിശയുടെ ചേങ്ങിലയോ. യൂസഫ് അലി സാറാണ്. യൂസഫ് അലി കച്ചേരി സാർ. മ്യൂസിക് ബോംബെ രവി സാറാണ്. സിനിമ ഏതാണ്? പരിണയം. ഇയർ 1994. പിന്നെ സിംഗേഴ്സ് ഞാൻ ഫീമെയിൽ വേർഷൻ ആണ് പാടുന്നത്. ആ ചിത്ര അമ്മ പാടിയിട്ടുണ്ട്. പിന്നെ മെയിൽ വേർഷൻ യേശുദാസ് സർ. MT വാസുദേവൻ നായർ സാറിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. അതുപോലെ ബോംബെ രവി സാറിന് ബെസ്റ്റ് മ്യൂസിക് കമ്പോസർ. സാമജ സഞ്ചാരിണി എന്നുള്ള പാട്ടുണ്ട്. 5 ശരങ്ങളും പോരാതെ മന്മഥൻ എന്നുള്ള പാട്ടുണ്ട്. അങ്ങനെ പല ബ്യൂട്ടിഫുൾ പാട്ടുകളുള്ളതാണ്. ഹരിഹരൻ സാറിന്റെ മൂവിയാണ്, ദ ഗ്രേറ്റ് ഡയറക്ടർ. അപ്പോൾ ഇത് ഞാൻ പണ്ട് കൊല്ലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർച്ചന തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇത് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫിലിമാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ തിയേറ്ററിൽ എനിക്ക് ഒന്ന് 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നൂൺ ഷോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. ഓക്കെ, അപ്പൊ പാട്ട് മനോഹരമാവട്ടെ. അതെ, ഞാൻ യൂസഫ് അലി സാറിന്റെ കൂടെ ഒരൊറ്റ സിനിമയാണ് വർക്ക് ചെയ്തത്. അതിലൊരു പാട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. മനസ്സേ പാടൂ നീ മധുരം നൊമ്പരം എവിടെ സാന്ത്വനം സ്മൃതികൾ 1000 മനസ്സേ പാടൂ നീ മധുരം നൊമ്പരം. ഈ പാട്ട് ഓർമ്മ. സൂപ്പർ. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് കമ്പോസ് ചെയ്തത്. ദാസാറാണ് ഇത് പാടിയത്.
ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ട് കേൾക്കട്ടെ. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കോജലമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കോജലമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ നൂറ്റൊന്നു വെറ്റിലയും 100 തേച്ചിരിക്കുന്നു മുകിൽ മറക്കൂടയുള്ള മോവന്തി. നൂറ്റൊന്നു വെറ്റിലയും 100 തേച്ചിരിക്കുന്നു മുകിൽ മറക്കൂടയുള്ള മോവന്തി. അലതുള്ളും പൂങ്കാറ്റിൽ നടനം പഠിക്കുന്നു മനക്കലെ പറമ്പിലെ ചേമന്തി. മനക്കലെ പറമ്പിലെ ചേമന്തി. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കോജലമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ വെള്ളോട്ടു വളയിട്ട വേളിലക്കളിരിന്മേൽ ഇളവേൽ ചന്ദനം ചാർത്തുന്നു. വെള്ളോട്ടു വളയിട്ട വേളിലക്കളിരിന്മേൽ ഇളവേൽ ചന്ദനം ചാർത്തുന്നു. നിളയുടെ വിരിമാറിൽ തരളതരംഗങ്ങൾ കസവണി മണിക്കച്ച ഞൊറിയുന്നു. കസവണി മണിക്കച്ച ഞൊറിയുന്നു. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കോജലമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കോജലമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ പ്രശ്നമായിരുന്നു. എന്ത് പറ്റി? പാടി നന്നായോ? എങ്ങനെ തോന്നുന്നു? നന്നായിട്ട് പാടിയും തോന്നി. സ്വന്തമായിട്ട് അങ്ങനെ തോന്നിയല്ലേ?
മിനുട്ടി എന്തോ എന്ത് ചെയ്യപ്പോ? ഒരു നല്ല കാര്യല്ലേ നല്ല കാര്യമാണോ അങ്ങനെ തോന്നുന്നേ? എന്നൊക്കെ നന്നായി പറഞ്ഞത് നല്ല കാര്യം. അല്ല അതല്ല. അല്ല ഇത്രയും നന്നായിട്ട് പാടി നമ്മൾ എന്ത് ചെയ്യും? അത് പോയിന്റ്. അത് അത് point. പോയിന്റ് സ്റ്റിക്കൺ. ഇതൊരു മെൽറ്റഡ് ബട്ടർ വോയിസ് ആണ്, യെസ്. താങ്ക് യു. അല്ലെങ്കിൽ വിസ്പർ സോഫ്റ്റ് വോയിസ് ആണ്. താങ്ക് യു സർ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഹണീഡ് വോയിസ് ആണ്. യെസ്, ഹണി ഡ്യൂ. മറ്റേ സിൽക്ക് എന്ന് പറഞ്ഞ, അപ്പൊ ഇപ്രാവശ്യം പറയാം സാറ്റിൻ വോയിസ് ആണ്. വെൽവെറ്റ്, സാറ്റിൻ, എന്ത് വേണമെങ്കിലും ചേർക്കാം. സൂപ്പർ ബ്യൂട്ടിഫുൾ വോയിസ് യു ഹാവ്. താങ്ക് യു സർ. അല്ലേ? അത് എങ്ങനെ നമ്മൾ എത്ര ഉപമിച്ചാലും മതിയാവാത്ത രീതിയിൽ ഉപമകൾക്കപ്പുറമുള്ള ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് ആര്? ഞാൻ. അതാണ് ഈ പാട്ടിനെ എടുത്തു നിർത്തുന്ന, ഈ പാട്ടിന്റെ ഒരു ഹൈലൈറ്റ്, ഈ റെൻഡിഷന്റെ ഈസ് യുവർ വോയിസ് ആക്ച്വലി. വൈശാഖ എന്ന് പാടുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നിശയുടെ ചെങ്ങിൽ, അതാണ് നിശയുടെ ചെങ്ങിലെയോ, അത് ആ ലിറിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിശയുടെ ചെങ്ങിലെയോ എന്നുള്ളത്, അത് ഇവിടെ സൗണ്ട് ചെയ്തത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കോജലമോ. താങ്ക് യു. അവിടെ ആ ഒരു വിസ്പർ ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞ ആ ബട്ടർ ലേയർഡ് എന്ന് പറഞ്ഞില്ലേ, അത്. പിന്നെ പൗർണമി, അതിന്റെ പ്രൊണൗൺസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പൗർണമി, പൗർണമി എന്നാണ് കേട്ടത്. ആ ഇർ ഇമ്പോർട്ടൻ്റ് ആണ്. പൗർണമി എങ്ങനെയാണ്? പൗർണമി. പൗർണമി. അപ്പോ നീ വൈശാഖ പൗർണമിയോ പാടിയേ. വൈശാഖ പൗർണമിയോ പൗ പൗ പൗർണമിയോ അപ്പൊ ഇർ പോയി. പൗർണമിയോ പൗർണമിയോ. അത് വേണമെന്ന് വെച്ച് ഇംപ്രസ് ചെയ്യണ്ട കേട്ടോ, അത് വന്നോളൂ. അതൊന്ന് നോക്കിയാ മതി. മലയാളി അല്ലല്ലോ. മലയാളി? മലയാളിയാണോ? മലയാളി അല്ല ഞാൻ മലയാളം. അല്ല, എപ്പോഴും പറയും എനിക്ക് ഇവിടെ അല്ല ഇഷ്ടം, എനിക്ക് ബാംഗ്ലൂരാണ് ഇഷ്ടം. അപ്പൊ മലയാളിയല്ല. സോറി, ഒരു ഹാഫ് മലയാളി മലയാളി. എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും തിരിച്ചിവിടെ വരണമെന്ന് ആഗ്രഹമുള്ള ആളിനെ മാത്രമേ മലയാളി എന്ന് വിളിക്കാൻ പറ്റൂ. നാട്ടിൽ പോറല്ലേ? ഒരു വർഷമായി പോയിട്ട്. നാട്ടിൽ പോയിട്ട് ഒരു വർഷമായി. കേരളം കണ്ടിട്ടില്ല. അതെ, ഭയങ്കര കേരളീയത ഉള്ള ഒരു പാട്ടാണ് പാടിയത്. അതെ അതെ. അതില് ചേമന്തി എന്ന് പറഞ്ഞാൽ അറിയാമോ? ഫ്ലവർ ആണോ? അത് പൂച്ചെടിയാണ്. പല രീതിയിലുള്ള ചെടികളുണ്ട്. അപ്പൊ വെള്ളച്ചേമന്തി, പിന്നെ എനിക്ക് തോന്നുന്ന കാട്ടു ചേമന്തി, അങ്ങനെ പല രീതിയിലുള്ള. ജമന്തി അല്ലല്ലോ അല്ലേ? ജമന്തി. ജമന്തി അല്ല, ചേമന്തി. ചേമന്തി. അപ്പൊ ആ വോയിസിന്റെ, ആ ശബ്ദത്തിന്റെ, ആ നിർമ്മലമായിട്ടുള്ള, കുറച്ചും കൂടെ പോയിറ്റിക്കായിട്ട് പറയണമെങ്കിൽ, ആ നിർമ്മലമായ ശബ്ദത്തിന്റെ താള തരംഗങ്ങൾ തരളിതമായി ഒഴുകിക്കൊണ്ടിരുന്നു. താങ്ക് യു. താങ്ക് യു. അപ്പൊ ശ്രീകുട്ടി, യെസ് സർ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു പറഞ്ഞ പോലെ തേൻ ഒഴുകുന്ന പോലത്തെ ശബ്ദം താങ്ക് യു എന്ന് ഞാൻ പറയുന്നു. ഹണി ഗ്ലേസ്ഡ് വോയിസ്. താങ്ക് യു സർ. ഓക്കെ, ഹണി ഗ്ലേസ് എന്ന് പറയുമ്പോൾ ചിക്കന്റെ ഓർമ്മയുണ്ട്. അൽഫാം എനിക്ക് ഓർമ്മ വന്നു. അത് ഞാൻ കുഴിമന്തി എന്ന് പറഞ്ഞുകൊണ്ടായിപ്പോ. ഓക്കെ, ഹണി ഗ്ലേസ്ഡും ഡ്രാഗൺ ചിക്കനും. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ. താങ്ക് യു സർ. ആ വോയിസിൽ ഇത് കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഈ രാത്രി ഇങ്ങനെ ഒരു നല്ലൊരു സുഖമുള്ള ഒരു രാത്രി നിലാപത്ത് ഇങ്ങനെ കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ പാടിയപ്പോ. താങ്ക് യു സർ. അതിലെനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നുന്നത് പൗർണമിയോ, അത് പല്ലവിയില് ഒരെണ്ണം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് അടുത്ത പല്ലവി പാടിയില്ലേ, അവിടുത്തെ പൗർണമി ഒന്നും ചേർന്നില്ല. ഓക്കെ. പൗർണമി അങ്ങനെ ഒരു സംഭവം ഇല്ലേ, അതൊരു കൺഫ്യൂഷൻ പോലെ വന്നു. പിന്നെ ലാസ്റ്റ് ഒരു സംഗതി, ലാസ്റ്റ് പല്ലവിയിലെ ഒരു സംഗതി പാടിയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വൈശാഖ പൗർണമി, അത് ഷോർട്ടായി പോയി, ശ്വാസം കിട്ടാതെ. ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാം സൂപ്പർ ആയിരുന്നു. വെരി നൈസ്, വെരി നൈസ്. ശ്രീകുട്ടി, ചെറിയ ചെറിയ മിസ്റ്റേക്സ് അത് മാത്രമേ ഉള്ളൂ. അത് ആകെപ്പാടെ ആ ഒരു പൗർണമിയോ എന്നുള്ള ഭാഗത്ത് മാത്രമാണ് മിസ്റ്റേക്ക് എന്നും പറയാൻ പറ്റില്ല. ഒരു കുഞ്ഞൊരു സംഭവം അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടി ശ്രീകുട്ടി. നല്ല മെച്ചുവർ ആയിട്ട് ആ പാട്ടിനെ ഹാൻഡിൽ ചെയ്തു. വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടി, യെസ് സർ. ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ? 100ಲ 99. 99.
താങ്ക് യു. 99. അപ്പൊ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ശ്രീകുട്ടി. ശ്രീകുട്ടിയാണ്. അതാരാണ് കൊടുക്കുന്നത്? മധു സർ. മധു സർ. അതെ, രണ്ടുപേരും യെല്ലോ ഇട്ട സ്ഥിതിക്ക് രണ്ടുപേരും. വൈശാഖ പൗർണമിയോ Yes, ശ്രീകുട്ടി. പല്ലുകൾ മുത്തുപോലെ തിളങ്ങുന്നുണ്ടല്ലോ. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. ശ്രീകുട്ടി എത്രാമത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആ? അതൊന്നും ഞാൻ കൗണ്ട് ചെയ്തില്ല. എണ്ണിയില്ലേ? അതിന് സമയം Count കിട്ടിയില്ല ചെയ്യാറില്ലേ? ശ്രീകുട്ടി. ഒരു 4-5 ഉണ്ടാവും. അതുവരെ കൗണ്ട് ചെയ്യാൻ പറ്റി, പിന്നെ എല്ലാം തുരുദൂരെ ആയിരുന്നു, ഒന്നും കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു 6 പ്രാവശ്യമാണെന്ന്. ആരാണോ? Maybe എനിക്ക് ആരാണ്? ഓർമ്മയുണ്ട്. എനിക്ക് കൂടുതൽ ഓർമ്മയുണ്ട്. 6 times you have won. ഓ, ഭയങ്കര മെമ്മറി പവർ. Brilliant boy. ആ. അപ്പൊ ശ്രീകുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. Okay, അപ്പൊ അപ്പൊ താങ്ക് യു കൺഗ്രാചുലേഷൻസ്. ശ്രീകുട്ടി. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാചുലേഷൻസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ. താങ്ക് യു മധു. ബൈ ബൈ. ബൈ. Good night. ബൈ. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, ഓ, മെലഡി റൗണ്ടിൽ പാടാനായിട്ട് നമ്മുടെ സുഭദ്ര കുട്ടി എത്തുന്നു. കുഞ്ഞാറ്റ കിളിയാണ്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുഞ്ഞാറ്റ കിളി ഓൺ സ്റ്റേജ്. അയ്യോടി അയ്യോ, എനിക്ക് സന്തോഷം ഇതിനെ കണ്ടിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സുന്ദരിയായിട്ടുണ്ട്. ശരിക്കും അതെ, 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 എനിക്ക് അതെ. സുഭദ്ര കുട്ടി ഇവിടെ ഇട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. അതെ. ചുന്ദരി നോക്ക്. ഈ ഷാഡോ കാരണം കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഇപ്പൊ കണ്ടു. മുല്ലപ്പൂ ചൂടിയ മലയാളി മങ്കി. പോയി. അല്ല, പഴയൊരു കോട്ട് പറഞ്ഞാ. കുഞ്ഞാറ്റക്കുട്ടി എന്തോ പറയുന്ന നല്ലത് തന്നെ, സുഖം. നമ്മുടെ പാട്ട് പല ആൾക്കാരും കേട്ടോ കേട്ടോ, ആണോ? സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എല്ലാരും പറഞ്ഞു ഇത് ആര് പാടി. ഞാൻ പറഞ്ഞു കുഞ്ഞാറ്റ. അതുപോലെ റിയാൻകുട്ടനും പാടിയിട്ടില്ലേ? റിയാൻകുട്ടന്റെ വോയിസ് കേൾക്കാം. അതുപോലെ കോറസിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വോയിസ്, ജഗത്തിന്റെയും ദക്ഷിന്റെ ഒക്കെ കേൾക്കാം. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് ഇത് ആര് പാടിയത്, ഇത്തിരി രസമായിട്ട് ആര് പാടിയത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, ഒരാളുണ്ട്, വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പേര് കുഞ്ഞാറ്റന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞാറ്റന്നാണോ പേരിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഭദ്രയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിലപ്പോ ഭദ്ര കുഞ്ഞാറ്റെന്ന് വെച്ചാൽ പേരിടും. എന്ത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അങ്ങനെ വെക്കാം. കുഞ്ഞാറ്റെന്നാണോ ഭദ്രാന്നാണോ? ഭദ്ര കുഞ്ഞാറ്റെന്നാണോ? കുഞ്ഞാറ്റ ഭദ്രാന്നാണോ? എനിക്ക് കുഞ്ഞാറ്റാന്ന് മാത്രം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. അതിന്റെ അഭിപ്രായം. എനിക്കും കുഞ്ഞാറ്റാന്ന് കേൾക്കാൻ നല്ലൊരു അതെ, പ്രത്യേകതയുണ്ട്. ഭദ്ര എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഭയങ്കര വലിയ ഭയങ്കര സാധനമാണെന്ന് വിചാരിക്കും ഇങ്ങനെ. അതെ, മീനുട്ടിയുടെ അഭിപ്രായം എന്താ? കുഞ്ഞാറ്റാന്ന് പോരെ മീനൂട്ടാ? മതിയോ? എല്ലാവർക്കും അതാ ഇഷ്ടം. അത് മതി. കുഞ്ഞാറ്റക്ക് ഏതാ ഇഷ്ടം? കുഞ്ഞാറ്റ. സ്മോൾ ആറ്റ. അതാണ് ഇഷ്ടം. സ്മോൾ ആറ്റാന്ന് വെക്കണോ? സ്മോൾ ആറ്റാന്ന് ഇവിടെ എല്ലാരും എന്നെ വിളിക്കും. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ വെച്ചാൽ അതാ ഇവിടെ ഭയങ്കര ഫേമസ് പേരാണ്. വേണ്ട. അപ്പൊ പാടിയത് കുഞ്ഞാറ്റ. അതെ, ഓക്കെ, അടിച്ച് ഓക്കെ. ബ്രാക്കറ്റിൽ സുഭദ്രാന്ന്. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് ഗന്ധരാജൻ പൂവിടർന്നു. ഓക്കെ. അനിൽ പനച്ചുരാൻ എഴുതിയത് അല്ലെ? യെസ്. മ്യൂസിക് നമ്മുടെ അഫ്സൽ യൂസഫ്. ഹായ് അഫ്സലിന് ഒരു വലിയൊരു നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകനാണ്, വളരെ വളരെ നല്ല പാട്ടുകൾ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. അപ്പൊ കുഞ്ഞാറ്റാ, അതുകൊണ്ട് തന്നെ ഈ സെലക്ഷനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. താങ്ക് യു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയും. ഫിലിം കലണ്ടർ, വർഷം 2009, പാടിയത് സുജാത ചേച്ചി. അപ്പൊ ബെസ്റ്റ് ആയിട്ട് പാടും.
പാദം വാഴ്ത്തുവാൻ തിരുമുന്നിൽ പോയിടാം. ആരിരാരോ പാടിടാം നീ ഉറങ്ങാനോമലേ. നിന്റെ താതനോർമ്മയായി വന്നു കണ്ടു താരാട്ടാനായി ഗന്ധരാജൻ പൂവിടർന്നു മീതലോടും കാറ്റിൽ. ഒരുമിച്ചു പാടുവാൻ ഒരു നല്ല ഗീതകം ദേവരാഗവീണ തന്ത്രി നീട്ടി തന്നിടാം. പൂനിലാവിൻ നൂലിന് തൂവലൊന്നു തുന്നവേ ആതിരാപ്പൈങ്കിളി വന്നു കണ്ടു താരാട്ടാനായി ഗന്ധരാജൻ പൂവിടർന്നു മീതലോടും കാറ്റിൽ. കാവൽ താരം കൺ തുറന്നു നൽകിനാവിൻ രാവിൽ മിഴിവാർന്ന നീലജാലകം തിരശീല നീക്കി നോക്കവേ കാണിപ്പൊന്നുമായി വരും മിന്നാമിന്നിത്തുമ്പികൾ വന്നു കണ്ടു താരാട്ടാനായി ഗന്ധര പൂവിടർന്നു മെയ്തലോടും കാറ്റിൽ. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. ആഹാ. കുഞ്ഞാറ്റ കലക്കി. എന്താ പെണ്ണെ ശോകം കുറച്ച് സമയമായിട്ട് അയ്യോടാ ഗ്ലൂം എന്തിനാ വന്നോണ്ടാണോ? എന്തിനാ ഈ ശോകം? ഒരു ഗ്ലുമ്മിന് ഗ്ലുമൊക്കെ നമ്മൾ മറക്കാം. ഗ്ലുമൊക്കെ അത് മനഃപൂർവ്വം വരുന്നതല്ലല്ലോ. ആഹാ. അതെ അതെ അത് മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. അതെ അത് തൊണ്ടയില് വെള്ളം ഉമിനീര് പറ്റിയിട്ട് ഉണ്ടായതല്ലേ. ഗ്ലൂം വന്നില്ലേ? ആ വന്നു വന്നല്ലോ. മറക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ഒന്നും മറക്കൂ. വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുക. മധു സാറ് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും മറക്കണം. അതെ, അറ്റത്തിരിക്കുന്നവര് പറഞ്ഞ എന്തായാലും ഗ്ലും എനിക്ക് തോന്നുന്നത് ഈ ഫുൾ ഹസ്കി ആയിട്ടല്ലേ പാടിയത്. സാധാരണ പാടുന്ന പോലെ ഓപ്പൺ ആയിട്ടല്ലല്ലോ കുഞ്ഞാറ്റ പാടിയത്. ഹസ്കി ആയിട്ടല്ലേ പാടിയേ. അതെ. ഗന്ധരാജൻ പൂവിടർന്നു അല്ലേ അങ്ങനെ പാടിയേ. അപ്പൊ അങ്ങനെ പാടിയപ്പോ ത്രോട്ട് ഡ്രൈ ആയെന്ന് തോന്നുന്നു. അതാണ് ഒരു ഗ്ലും വന്നത്. യെസ്. എന്നാ എനിക്ക് എന്റെ നിഗമനം. എന്നാലും ഗ്ലൂം വന്നില്ലേ? അത് മറക്ക്. സംഭവിച്ചത് അല്ലാതെ പറയാൻ പറ്റുമോ? സംഭവിച്ചു അപ്പൊ അത് മറക്കണം. അതെ അത് കഴിഞ്ഞു. കഴിഞ്ഞത് ചാപ്റ്റർ ക്ലോസ്. അപ്പൊ ഇന്ന് കുഞ്ഞാറ്റ പാട്ട് പാടിയിട്ടേ ഇല്ല, മറന്നു. അല്ല അങ്ങനെയല്ല. അതിന്റെ കൂടുതൽ എല്ലാം മറന്നു പോവാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇവരൊക്കെ എന്താ പറയണെന്ന് നോക്കാം. ഇപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ആദ്യം മുതൽ അവസാനം വരെ ശ്രുതിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പോയത്, താങ്ക് യു സർ. പാടിയത്. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വന്നു കണ്ടു താരാട്ടാനായി. അത് എല്ലാ സ്ഥലത്തും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. കാണിപ്പൊന്നുമായി വരും മിന്നാമിന്നിത്തുമ്പികൾ വന്നു കണ്ടു താരാട്ടാനായി. അവസാനത്തൊരു ഗ്ലും മറക്കൂലേ? മറന്നു. അത് ചോദിച്ചാണ് ഇവരെന്താ പറയണേന്ന് പറഞ്ഞത്. ഞാൻ മറന്നു. പദങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടി കേട്ടോ. ഇങ്ങനത്തെ പാട്ടുകളും കുഞ്ഞാറ്റയ്ക്ക് ഈസിയായി കൈകാര്യം ചെയ്യാമെന്ന് ഈ പാട്ടിലൂടെ തെളിയിച്ചു ഒന്നുകൂടി. ഓക്കെ, യെസ്, കൊള്ളാം, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇനി ഇങ്ങനത്തെ പാട്ടുകളും ട്രൈ ചെയ്യണം എന്നറിയാം കേട്ടോ. ഓക്കെ. കുഞ്ഞാറ്റ കിളി എന്തോ. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ പാട്ട് കേട്ടിട്ട്. താങ്ക് യു കേട്ടോ. മെയിൻ റീസൺ ആ വോയിസില് നല്ല പവർഫുൾ വോയിസ് അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ആ പവർഫുൾ വോയിസിൽ ഇത്ര ഹസ്കി ആയിട്ട് ഇത്ര സ്വീറ്റ് ആയിട്ടൊരു പാട്ട് വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല.
കേട്ടോ. അപ്പൊ ഈ പാട്ടാ പാടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഓക്കെ ഇതെങ്ങനെ ഉണ്ടാവും കുഞ്ഞാറ്റക്കിളി പാടിയ കുറച്ച് ഹാർഡായി പോവോ എന്നുള്ളൊരു തോട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തി കളഞ്ഞു ആ പാട്ടില്. കേട്ടോ. പിന്നെ അതുപോലെ ഹസ്കിയായിട്ട് പാടുമ്പോ എന്താ പറയാ സാധാരണ ശ്രുതിയൊക്കെ തെറ്റാൻ സാധ്യത കൂടുതലുണ്ടാവും സാധാരണ. പക്ഷേ എല്ലാം കറക്റ്റ് ആയിരുന്നു. ഒരു കുഴപ്പം പറ്റിയില്ല. അവസാനം കുറച്ച് ത്രോട്ട് ഡ്രൈ ആയ ഒരു ഗ്ലും. അത് ഞാൻ MJ സാറിനോട് കൂടെ ആലോചിക്കട്ടെ മറക്കണോന്ന്. ആ ഗ്ലും ചേച്ചി മറന്നാ എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്. അങ്ങനെ വിട്ടോ? ഇല്ലില്ല, അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, മധുസാറ് മറന്ന പോലെ മധുചേട്ടൻ മറന്നു. പക്ഷെ ഞാൻ മറക്കണോന്നൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടാ കുഞ്ഞാറ്റക്കിളി. നല്ല രസത്തിൽ പാടി. സോ ഹാപ്പി ഫോർ യു. ഇതുപോലത്തെ റൗണ്ട്സ് വരുമ്പോഴാണ് കുഞ്ഞാറ്റയുടെ പൊട്ടൻഷ്യൽ ഇവിടെ പിന്നെയും പിന്നെയും നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. മിടുക്കി. കുഞ്ഞാറ്റക്കുട്ടി, എന്തോ എനിക്ക് ആഹാ എന്ന് പറയാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ അവസാനം വരെ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചിരുന്ന് ഒന്ന് എണീറ്റ് നിന്നാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് ഗ്ലൂം വന്നത്. പിന്നെ പ്രശ്നമായില്ലേ, പിന്നെ എങ്ങനെ ആഹാ എന്ന് പറയും? എനിക്ക് ഒരു പിടിയും കിട്ടില്ല, ഞാൻ എത്തും പിടിയും കിട്ടുന്നില്ല. ഒരുപാട് ആലോചിക്കുകയാണ് ഞാൻ. കുഞ്ഞാറ്റക്കിളി എന്ത് ഈ പാട്ട് ഇങ്ങനെയൊക്കെ പാടുന്ന പറഞ്ഞാൽ ഈസിയാണോ? അല്ല അല്ല, അത് സംശയമില്ലല്ലോ. ഗ്ലൂം വരുന്ന ഈസിയാണോ? ഈസിയാണോ? അതും ഈസിയല്ല. പാടിയത് ഈസിയല്ല, ഗ്ലൂം വന്നത് ഈസിയല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഇനി ഒരു ആഗോള ചർച്ച തന്നെ വേണ്ടി വരും അതിനെപ്പറ്റി. ഗ്ലൂമിനെ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല ആദ്യത്തെ ഗ്ലൂമാണ് അല്ലേ? ഗന്ധരാജൻ എന്നുള്ളതിന് ഗന്ധരാജൻ പാടിയില്ലേ? പാടിയോ? അതെങ്ങനെ പറഞ്ഞ പാടി? ഗന്ധരാജൻ. ഇപ്പൊ മനഃപൂർവ്വം മാറ്റി പാടി. നേരത്തെ ഗന്ധാണ് പാടിയത്. ഞാൻ അങ്ങനെയാണ് കേട്ടത്. ആരും അങ്ങനെ കേട്ടില്ലേ? ശ്രദ്ധിച്ചില്ല. മധുങ്ങനെ കേട്ടോ? ഞാൻ രാജമോദ കേട്ടോ. അന്ധരാജനല്ല, സംശയമുണ്ട്. ഈ അരിമുല്ല പൂവ് പോൽ അത് നന്നായിട്ട് പാടിയോ? പാടി. ഓക്കെ, അത് സൂപ്പർ ആയിരുന്നേ. ആരാരിരോ പാടിടാം നീ ഉറങ്ങാൻ ഓമലെ. എങ്ങനെ ഉണ്ടായിരുന്നു? സാറൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ. സൂപ്പർ. കുഞ്ഞാറ്റ അങ്ങനെ പറ. സാറിനൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ. അല്ല, ഒരു ചോദ്യം കൂടെ. ഒരുമിച്ച് പാടുവാൻ ഒരു നല്ല ഗീതകം ദേവരാഗ വീണതൻ തന്ത്രി മീട്ടി തന്നിട. അത് കൊള്ളായിരുന്നോ? അടിപൊളിയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. വലിയ വലിയ ടിക്കറ്റ്. പിന്നെ കാറ്റിൽ നിന്ന് അവസാനം നിർത്തിയില്ലേ, അത് കൊള്ളായിരുന്നോ? മെയ്തലോടും കഴിഞ്ഞിട്ടില്ലേ? സൂപ്പർ ആയിരുന്നു, സംശയം. പക്ഷെ ഗ്ലൂമിന്റെ കാര്യം അത് മറക്ക എന്തായാലും ഇത്ര നന്നായില്ലേ, പോരെ. അങ്ങനെയാണ് വരിയൊക്കെ മറന്നാ നമ്മൾ അതും മറക്കേണ്ടി വരുമല്ലേ? ഞാൻ ഓൾറെഡി മറന്നു കഴിഞ്ഞല്ലോ. ഓർക്കാൻ ശ്രമിച്ചാലും എന്നെ കുഞ്ഞാറ്റ സമ്മതിക്കില്ല. ഞാൻ മറക്കാന്ന് വിചാരിക്കുന്നു. എത്ര സെക്കൻഡ് എടുക്കും? ആദ്യത്തെ ഗ്ലൂം അല്ലേ, അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു കളയുന്നത്. അതെ, ആദ്യമായിട്ട് ഒരു ഗ്ലൂം വരുന്നേ. മീനൂട്ടി മറന്നാ? ഞാൻ പിന്നെ അവള് പാടി കഴിഞ്ഞപ്പോഴേ മറന്നു. ഞാൻ ഒന്നും മനസ്സ് വെച്ചോണ്ടിരിക്കാറില്ല. 10 സെക്കൻഡ് വേണം മറക്കാൻ. തോന്നി എനിക്ക്. മറക്കണോ വേണ്ടയോ? മറക്കണം. എങ്ങനെയാലും ഒന്ന് മറക്കണം. ഇനി വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യിക്കണം. ഗ്ലൂം ഇല്ലാണ്ട് ആ പല്ലവി ഒന്ന് പാടിപ്പിക്കണം. അടുത്ത ലൈൻ പാടിപ്പിക്കണോ? ഒരെണ്ണം മറക്കാൻ നോക്കുമ്പോ അതിനുവേണ്ടി ഞാൻ പാടിപ്പിച്ചേ. കുഴപ്പമില്ല, പാടിക്കോ. പാടിക്കോ. ഗന്ധരാജൻ പൂവിടർന്നു മെയ്തലോടും കാറ്റിൽ കാവൽ താരം കൺ തുറന്നു നൽകിനാവിൻ
മിഴിവാർന്ന നീലജാലകം തിരശീല നീക്കി നോക്കവേ കാണിപ്പൊന്നുമായി വരും ആഹാ. മിന്നാമിന്നിത്തുമ്പികൾ വന്നു കണ്ടു താരാട്ടാനായി ഗന്ധരാജൻ പൂവിടർന്നു മെയ്തലോടും കാറ്റിൽ. ആഹാ, ഈ പല്ലവി മതിയല്ലോ. ഈ പല്ലവി മതിയല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ഞാൻ എന്തിനാ എണിച്ചിരുന്നത്? ആഹാ പറയാൻ. അല്ല, മറന്നതുകൊണ്ട് ആ ഗ്ലും മറക്കാൻ. മറക്കാൻ എണിച്ചെന്നാലും മറക്കാൻ ഇപ്പൊ പറ്റും. ഇറങ്ങി പോകും നാണം വന്നിട്ട്. ഞങ്ങൾ ഓൾറെഡി അത് മറന്നതുകൊണ്ട് എഴുന്നേറ്റ് പോയി കൂടെ. അപ്പൊ ഗ്ലുമിന് മാർക്ക് കുറയ്ക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല അപ്പൊ മറന്നെന്ന് പറഞ്ഞു. എം ജെ സർ പാവല്ലേ എഴുന്നേറ്റ് അല്ല, അത് ആര്യക്കുട്ടി മറന്നു, മധുകുട്ടനെ മറന്നു, മീനുകുട്ടിയും മറന്നു. എം ജെ കുട്ടൻ പക്ഷെ ഞാൻ- എം ജെ കുട്ടൻ മറക്ക് പ്ലീസ്. ആദ്യത്തെ ബ്ലൂം അല്ലേ? മാർക്ക് പറയുമ്പോൾ എണീറ്റ് നിന്നത് മറക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ആ അപ്പൊ മറന്നില്ലേ? മറന്നു മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമിച്ചു മറന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പറഞ്ഞോളൂ. ഇത് കുഞ്ഞാറ്റ വേർഷൻ 2.0 ആണ്. അതെ അതിന് യാതൊരു സംശയം. അതിന് സംശയം. താങ്ക് യു. പക്ഷെ അതിന് മാർക്ക് ഗ്ലും അത് പ്രശ്നം. ആ ഗ്ലുമ്മ് ഞാൻ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ആ ഓക്കെ, താങ്ക് യു. ഇപ്പൊ മറന്നു. ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്താ ഇവിടെ ഉണ്ടായത്. ഇല്ല 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 ഇല്ല. മനസ്സിലായില്ല. എന്താ ഉണ്ടായത്? അപ്പൊ കുഞ്ഞാറ്റക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99 അല്ല. മണികർക്കാടല്ല. പറ ഒന്ന്. ഇത് വന്ന് ആ 100-ൽ 100. ഓരോരുത്തർക്കിനെ ഒരു മധുരമഴ. ആരിമുല്ലപ്പൂവ് പോ താതപാദം വാഴ്ത്തുവാൻ തിരുമുന്നിൽ പോയിടാം ആരിരാരോ പാടിടാം. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ കുഞ്ഞാറ്റക്കിളി. ആരെയാ വിളിക്കണ്ടേ തരാനായിട്ട്? എം ജെ. എം ജെ അങ്കിൾ. ഓർമ്മശക്തി കൂടുതലുള്ള എം ജെ എം ജെ അങ്കിൾ. കണ്ടു താരാട്ടാനായി ഗന്ധരാജൻ. കുഞ്ഞാരെ, ഇതെന്ത് പരിപാടി? ഇത്രയും ചോക്ലേറ്റ് കഴിച്ചാൽ അതിന്റെ കേടുപാടൊക്കെ മാറ്റി തരും ബില്ലി വൈറ്റ്. അതെ വല്ലോ കേട്ടെ. ആ വെളുതിരിപ്പുണ്ട് കേട്ടോ. ബില്ലി വൈറ്റ് ആയിരിക്കും. കുഞ്ഞാറ്റയ്ക്ക് വലിയ വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു എം ജെ അങ്കിൾ. താങ്ക് യു കുഞ്ഞാറ്റ. ടാറ്റാ. നമസ്കാരം.